മഴ മഴേന്റെ പര്യായമാണെന്നാണ് മിഷനറി പറഞ്ഞത്. അപ്പോൾ രണ്ടും സെയിമാണ്. അപ്പോൾ മഴന്റെ ഒരു തീവ്ര മഴയും പിന്നെ കോടയും കാരണം ബസ്സിന്റെ പറയും ബസ്സിന്റെ എന്ത് ആ ജനലൊക്കെ വിൻഡോ ഒക്കെ താത്തിട്ടിരിക്കണം. അപ്പൊ നമുക്ക് അറിയൂല എവിടെ എത്തി, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ മാപ്പ് നോക്കിയില്ല, നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ കൊയിലാണ്ടി വന്നിറങ്ങി കൊയിലാണ്ടില്ല. ഈ സാധാരണ ഈ ബസ്സിലൊക്കെ കണ്ടക്ടർമാര് താമരശ്ശേരി എന്ന് പറയും. പക്ഷെ ഈ ബസ്സിൽ എന്താണ് പറയാത്തത്? വളരെ മോശം. ഞങ്ങള് പോകുമ്പോ ഓരോ സ്റ്റോപ്പിലും അദ്ദേഹം 4 മൈലാണെങ്കിലും 5 മൈലാണെങ്കിലും 6 മൈലാണെങ്കിലും ഓരോ മൈല് വീതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ ഒരാൾ ഒന്നും പറഞ്ഞു. അടുത്തുള്ളൊരു ഇക്കയാണ് ചേട്ടനാണ് അയാള് പറഞ്ഞ അസ്സലാമു എന്ത് സ്റ്റോറി ഇട്ടാലും ലൈക്ക് അടിക്കണ ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിലും കൂടെ കമന്റ് കൂടെ പിന്നെ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കണം. നല്ലതല്ല. എന്തിനാണ് നമ്മൾ സ്നേഹിക്കാം, മാക്സിമം എല്ലാവരും സ്നേഹിക്കാം. ആരോടും ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥ പാടില്ല. ഇത് മിഥിലാജിക്ക എൻ്റെ സീനിയറിന്റെ സീനിയർ സൂപ്പർ സീനിയർ ആയിരുന്നു കോളേജിലെ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് വന്നിരുന്നു വയനാട്. ഷബീർ ഖാന്റെ നമുക്കൊക്കെ മാതൃക ഷബീർ ഖാന്റെ കല്യാണത്തിന് വന്നിരുന്നു. കല്യാണത്തിന് വന്ന് ഞങ്ങള് വയനാട് ഇരുന്ന് കല്യാണത്തിന് വന്നിട്ട് ഞങ്ങള് തിരിച്ച് എന്താ താമരശ്ശേരി ഇറങ്ങണ്ട. ഞങ്ങൾ താമരശ്ശേരി ഇറങ്ങാം. അതായത് മഴയും കൂടെ മഴേന്റെ പര്യായമാണെന്നാണ് മിഷനറി പറഞ്ഞത്. അപ്പോൾ രണ്ടും സെയിമാണ്. അപ്പോൾ മഴന്റെ ഒരു തീവ്ര മഴയും പിന്നെ കോടയും കാരണം ബസ്സിന്റെ ബസ്സിന്റെ എന്ത് ആ ജനലൊക്കെ വിൻഡോ ഒക്കെ താത്തിട്ടിരിക്കണം. അപ്പൊ നമുക്ക് അറിയൂല എവിടെ എത്തി, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ മാപ്പ് നോക്കിയില്ല, നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ കൊയിലാണ്ടി വന്നിറങ്ങി കൊയിലാണ്ടില്ല. ഈ സാധാരണ ഈ ബസ്സിലൊക്കെ കണ്ടക്ടർമാര് താമരശ്ശേരി എന്ന് പറയും. പക്ഷെ ഈ ബസ്സിൽ എന്താണ് പറയാത്തത്? വളരെ മോശം. ഞങ്ങള് പോകുമ്പോ ഓരോ സ്റ്റോപ്പിലും അദ്ദേഹം 4 മൈലാണെങ്കിലും 5 മൈലാണെങ്കിലും 6 മൈലാണെങ്കിലും ഓരോ മൈല് വീതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ ഒരാൾ ഒന്നും പറഞ്ഞു. അടുത്തുള്ളൊരു ഇക്കയാണ് ചേട്ടനാണ്. അയാള് പറഞ്ഞ മക്കളെ ഞങ്ങൾ എവിടെ ഇറങ്ങാനുള്ള ചോദിച്ചപ്പോ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് താമരശ്ശേരി കഴിഞ്ഞ് കുറച്ച് സമയമായല്ലോടാന്ന് പറഞ്ഞു. ഞങ്ങള് അപ്പോ തന്നെ ബാഗ് എടുത്ത് എണീറ്റ് പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. നിർഭാഗ്യവശാൽ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട് കൊടുവള്ളിയായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ അവിടെ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ ഷാനു, ഞങ്ങളുടെ കൂടെ പഠിച്ച ഷാനു ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ ഷാനുവിനെ വിളിച്ച് ആ ബസ് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, എന്താ ചെയ്യേണ്ടി ചോദിക്കാൻ പറഞ്ഞു. ഒന്നും നോക്കണ്ട, പഠിക്കണ നിൽക്കേ, വണ്ടി ഇപ്പാട് വരാ പരീക്ക് വരിക പറഞ്ഞു. പക്ഷെ നാളെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഷിബിൻ ദുഃഖിതനാണ്. കാരണം നാളെ ഒരു എക്സാം ഉണ്ട്, പിന്നെ വേറൊരു ഷൂട്ടും ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് നാളെ ഇനിയിപ്പോ ഇവിടെ ഇന്ന് വീട്ടിൽ പോവാത്തതിന്റെ ഒരു വരുമാനം കാണാത്തതിന്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. വീട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഷാന് പറഞ്ഞത് നമുക്ക് സൈനിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവരാം. അപ്പൊ പിന്നെ നമ്മള് ഫുഡിൽ ഹാപ്പി. അതെ. അപ്പോ പിന്നെ വേറെ കാര്യം പറയാന്ന് വെച്ചാല് ഈ വ്ലോഗ് എടുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഏതൊരു യൂട്യൂബറിന്റെയും ഒരു പണ്ടൊക്കെ ഒരു ഡ്രീം പോയിന്റ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് വിചാരിക്കണം. ഇപ്പൊ നമുക്കൊക്കെ കാരണം വെച്ചാല് നമ്മള് മറ്റേതല്ലല്ലോ, മറ്റേതില്ലേ നെപ്പോട്ടിസം. അതായത് ഇപ്പോ പലരും വേറെ യൂട്യൂബ് ചാനലിനൊക്കെ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് വേറെ യൂട്യൂബ് ചാനൽ, അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ടേഴ്സ് അല്ലാതെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടും. 2 മാസം കൊണ്ടൊക്കെ ചിലപ്പോ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പക്ഷെ വളരെ ഫാസ്റ്റ് ആയിരുന്നു. 10 വീഡിയോ കൊണ്ടാണ് ഒരിക്കൽ സംഭവമായത്. അല്ലല്ല സോറി, 10 ദിവസം കൊണ്ട്. അൽഹംദുലില്ലാ 10 ദിവസം കൊണ്ടാണ്. അപ്പൊ അൽഹംദുലില്ലാ കൈ കടയണം. അപ്പൊ അൽഹംദുലില്ലാ 10 ദിവസം കൊണ്ട് 1K എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഇതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം
എൻ്റെ സർക്കിളിലെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഭയങ്കര ഒരു ഹൈറായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ ഇന്നിങ്ങനെ കുറച്ച് കഥകളും പിന്നെ ഈ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടെ വളരാനുണ്ട്. മെയിനായിട്ട് ഇനിയിപ്പോൾ സ്കൂളിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര കുറേ പ്ലാനൊക്കെ പറയും. എടാ അവിടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ പോയാലോ. അപ്പോൾ അതൊക്കെയാണ് സത്യമായ ഒരു സക്സസ് എന്ന് പറയുന്നത് അല്ലേ. അതും ചെറിയ രീതിയിലൊരു സക്സസ് ആണ്. ആസ് എ യൂട്യൂബർ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സക്സസ്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാളത്തെ എക്സാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാണെന്ന് വരും പോവും. ഡിസംബറിൽ എഴുതാന്നുള്ളതാണ് അതിന്റെ ഒരു മാർഗം. ഇൻഷാ അല്ലാഹ് ഷാനു ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരും എന്ന് വിചാരിക്കണേ. പിന്നെ അപ്പം അതിൻ്റെ ഒരു താങ്ക്സ് പറയാം. പിന്നെ ഇന്നിപ്പോൾ വഴിതെറ്റി വേറൊരു കോവിഡ് എന്താ വെച്ചാല് കല്യാണത്തിന് വിളിച്ചു ഞാൻ. ഓക്കെ വേറെ സെറ്റാണ്. ഇപ്പോൾ വരാനുള്ള പ്ലാനൊക്കെ ഇട്ട് മൊത്തം റെഡി. പക്ഷെ കല്യാണം വയനാടാണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ മിഥിലാജിക്കാണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് മിഥിലാജിക്ക് അങ്ങനെ കല്യാണത്തിന് പോകണ്ടേ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ആരുടെ കൂടെ പോവാൻ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ടിനോട് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ ചോദിച്ചാൽ ബൈക്ക് എടുത്ത് പോകുന്നത് റിസ്ക് അല്ലേ, പ്രത്യേകിച്ച് റെഡ് അലേർട്ടാണ്, കാറ്റൊക്കെ ഉണ്ടായത്. അപ്പം ഞാൻ ആലോചിക്കും കാറ്റൊന്നും നിലമ്പൂർ എന്ത് കാറ്റ്. എൻ്റെ വിചാരം കല്യാണം നിലമ്പൂരാണ്, വയനാടാണല്ലോ എനിക്ക് അറിയില്ലായിരുന്നു. അതിനെ ഹിലാല് പറ്റിച്ചതാണ്. അത് വേറൊരു കഥ. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും കുറേ കാലത്തിന് അന്നെ ഇരുട്ടാണ്, അന്നെ കാണില്ല. കുറേ കാലത്തിന് ശേഷം ഷാനുവിനെ കണ്ടു. ഷാനുവിൻ്റെ ഉമ്മാനെ കണ്ടു. ഉമ്മ പണ്ട് ഹോസ്റ്റലിലൊക്കെ വന്നപ്പോൾ സംസാരിച്ചതാണ് ഷാനുവിൻ്റെ ഫാമിലി. ഷാനു അങ്ങനെ ഇരുന്നത് കോളേജിൽ ഷാനു കുറേ ആൾ നിന്നിട്ടില്ല, 2-3 മാസം നിന്നിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഫാമിലിനെ വിട്ട് നിൽക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ആളായിരുന്നു. ഓൻ്റെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ഹോസ്റ്റലിലേക്ക് വരുമായിരുന്നു. വരുമ്പോൾ ഫുഡൊക്കെ ആയിട്ട് വരുമായിരുന്നു ഓനെ കാണാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓൻ്റെ വീട്ടിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് കുറച്ച് പരിപാടികളുണ്ട്, അതല്ലാത്ത കുറച്ച് പരിപാടികളെ കുറിച്ചും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സ്റ്റേ ട്യൂൺ. സാധനം രാവിലെ നമ്മൾ വിളിച്ചപ്പോ നമ്മള് ഞാനും വിചാരിച്ച് വന്ന് പിന്നെ നേരെ ഡ്രസ്സ് ഡോർത്ത് ബാക്കിലുള്ള ആളുകൾ കൊടുത്തിട്ട് പോയി. ചേട്ടന് ഞങ്ങൾ ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഷാന് വന്നിട്ട് ഓൻ്റെ തിരുമ്പാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി. ഡോർ കൊടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സും കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് പോയി ഞങ്ങൾ ഡ്രസ്സിലാണ് ഇപ്പോഴാണ് ഡ്രസ്സ് എന്താ ഞങ്ങള് പോകാൻ ഡ്രസ്സിലാണ് നിൽക്കണം. അപ്പോൾ ഏതായാലും പ്രകൃതിയുടെ ആസ്വദിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഷാനിയാക്കി ഈ സ്ഥലം വിട്ടു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കയ്യേറിയാണ്. വേറെ കഴിച്ചു ഉഷാറെ കഴിച്ചാണ്. മൊത്തത്തിൽ പറയാനുള്ളത് കോഴിക്കോട് ഇത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയ്ക്ക് ഇതെത്താൻ കാരണം മിഥിലാജിക്കാണ്. ബാക്കി സബ്സ്ക്രൈബേഴ്സ് ആയാലും ഭയങ്കര പൊലിവുണ്ട്. അത് ചെറുതായിട്ടൊന്നല്ല, ഒരു ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ സെറ്റ് ചെയ്യാം. എന്തായാലും ഈ വ്ളോഗ് മേബി കുറച്ച് നീണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അവസാനിച്ചിട്ടാണ് ഞങ്ങൾ